എല്ലാവർക്കും നമസ്കാരം. കേന്ദ്ര പോലീസിൽ ഒരു കോൺസ്റ്റബിൾ ആകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിൽ നിന്നും പുതിയൊരു നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുകയാണ്. 819 വേക്കൻസിയുടെ ഒരു നോട്ടിഫിക്കേഷനാണ്. കേരളത്തിലെ എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ്. സോ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. കോൺസ്റ്റബിൾ തസ്തികയാണ്. 21,700 മുതൽ 69,100 വരെ ബേസിസ് ആയിട്ട് ലഭിക്കുന്നതാണ്. ഇത് കൂടാതെ യൂണിഫോം പോസ്റ്റിന് ലഭിക്കുന്ന അലവൻസും കാര്യങ്ങളും എല്ലാം തന്നെ ലഭിക്കുന്നതാണ്. വിളിച്ചിരിക്കുന്നത് കോൺസ്റ്റബിൾ കിച്ചൺ സർവീസിലേക്കാണ്. 819 വേക്കൻസി ഉണ്ട്. മെയിൽ കാൻഡിഡേറ്റ്സിന് 697 വേക്കൻസി, അൺറിസർവ്ഡിന് 389 വേക്കൻസി, SCക്ക് 41 വേക്കൻസി, STക്ക് 60, OBCക്ക് 138, EWSന് 69. അങ്ങനെ ടോട്ടൽ 697 വേക്കൻസിയാണ് മെയിൽ കാൻഡിഡേറ്റ്സിന്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 122 വേക്കൻസി ഉണ്ട്. URന് 69 വേക്കൻസി, SCക്ക് 7, STക്ക് 10, OBCക്ക് 24, EWSന് 12. അങ്ങനെ ടോട്ടൽ 122 വേക്കൻസിയാണ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന്. അങ്ങനെ 819 വേക്കൻസിയുടെ നോട്ടിഫിക്കേഷനാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. ഇതിലൂടെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 10ാം ക്ലാസ് ആണ് അടിസ്ഥാന ക്വാളിഫിക്കേഷൻ. കൂടാതെ NSQFന്റെ ലെവൽ 1 സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ സർട്ടിഫിക്കറ്റ് ആണ്. ആ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. 18 മുതൽ 25 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. ഇതിൽ 3 വർഷത്തിൽ OBCക്കും 5 വർഷത്തിൽ SC/ST കാൻഡിഡേറ്റ്സിനും ലഭിക്കുന്നതാണ്. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഇതിലേക്ക് ആദ്യം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ് ഉണ്ടായിരിക്കുന്നത്. ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. റിട്ടൺ എക്സാമിനേഷൻ, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആൻഡ് ഡീറ്റെയിൽ മെഡിക്കൽ എക്സാമിനേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുന്ന സെലക്ഷൻ പ്രോസസ്സായിട്ട്. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആകുന്നത് 2/9/2024 സെപ്റ്റംബർ 2-ന് സ്റ്റാർട്ട് ആകുന്നതാണ്. ഒക്ടോബർ 1 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. 1/10/2024 വരെ നമുക്ക് ഈ റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപേക്ഷിക്കുക. അപേക്ഷ സ്റ്റാർട്ട് ആകുമ്പോൾ ഒരു വീഡിയോയും കൂടി ചെയ്യുന്നതാണ് ഡീറ്റെയിൽ ആയിട്ട്. സോ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറക്കരുത്. അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യാം. ആർമി, നേവി, എയർഫോഴ്സ്, SSC അതുപോലെ സെൻട്രൽ ഗവൺമെന്റ് ജോലി നോക്കുന്ന കൂട്ടുകാരിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഡെയിലി അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. താങ്ക്സ് ഫോർ ദിസ് വീഡിയോ. വന്ദേ മാതരം.